NPD അഥവാ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ അനവധി ആളുകളും ചാനലുകളും എല്ലാം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും ഒരുപാട് പേർക്ക് അറിയില്ലാത്ത ഒരു കാര്യമാണ് NPD അഥവാ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. എന്നാൽ എന്താണ്, എന്തൊക്കെയാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്നിവയെ കുറിച്ചല്ല. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വ്യക്തിത്വ വൈകല്യമായാണ് കണക്കാക്കുന്നത്. അത് ഒരു മാനസിക വൈകല്യം അല്ല എന്നുള്ളതിനാൽ ലൈഫ് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഡിവോഴ്സിന് ഒരു കാരണമായി കോടതി പോലും ഇത് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പാർട്ട്നേഴ്സ് തമ്മിൽ വേർപിരിയുന്ന സമയത്ത്, ഡിവോഴ്സ് ആവുന്ന സമയത്ത് ടോക്സിക് ആയിരുന്നു, ആള് ഉപദ്രവിക്കുമായിരുന്നു, അല്ലെങ്കിൽ അബ്യൂസ് ആയിട്ട് ഉള്ള രീതിയായിരുന്നു. ഭാര്യയെക്കുറിച്ച് ഭർത്താവ് പറയുകയാണെങ്കിൽ ഒരു ജോലിയും ചെയ്യില്ല, വീട്ടിൽ വളരെ പ്രശ്നങ്ങളാണ്, ഒരുപാട് ഒട്ടും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല, വളരെ ബാഡ് ആറ്റിറ്റ്യൂഡാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും പരസ്പരം ക്ലെയിം ചെയ്യുക. ഇരുഭാഗത്തെയും കാര്യങ്ങളൊക്കെ കേട്ട ശേഷം ഡൈവോഴ്സ് വേണമെന്നാണ് അവർ ഉറപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും ഡിവോഴ്സിലേക്ക് പോകും. പക്ഷേ ഈ സമയം കൊണ്ട് ഇതിൽ ആരെങ്കിലും ഒരാൾ NPD എന്താണെന്നും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളാണെന്നും എന്റെ പാർട്ട്ണർ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ അത് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ വിഭാഗത്തിൽ മാത്രം ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ടും അത് പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇത് പൊതുജനങ്ങളിലേക്ക് കാര്യമായി ഇത് അറിയപ്പെടുന്നില്ല. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ NPD എന്ന് പറയുന്നത് വിവാഹ ജീവിതത്തിൽ മാത്രമല്ല വില്ലൻ. വിവാഹ ജീവിതം എന്ന് പറയുന്നതിൽ കൂടുതൽ കാണുന്നുവെങ്കിലും നാർസിസ്റ്റിക് ആയ പാരന്റ്സ്, നാർസിസ്റ്റിക് ആയ ടീച്ചേഴ്സ്, നാർസിസ്റ്റിക് ആയ കമ്പനിയിലെ മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്, അങ്ങനെ പലതും പ്രശ്നം തന്നെയാണ്. ഇതൊരു മെന്റൽ ഡിസോർഡർ അല്ല എന്ന് പറയാൻ കാര്യം, നമ്മൾ ഒരു മെന്റൽ ഡിസോർഡർ എന്ന് നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ അതിന് എല്ലാവർക്കും കോമൺ ആയി കാണുന്ന ചില സിംറ്റംസ് ഉണ്ടാവും. അത് എങ്ങനെ ഇപ്പൊ വീട്ടിലായാലും പുറത്തായാലും ഒക്കെ പലർക്കും ആ സിംറ്റംസ് കാണുമ്പോൾ ഇയാൾക്ക് എന്തോ മാനസികമായ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കാനും ഒരു മനഃശാസ്ത്രജ്ഞന് അത് പെട്ടെന്ന് പിടികിട്ടാനും ഒക്കെ സാധിക്കും. പക്ഷേ ഈ വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്നത് അത് നമുക്ക് അത്ര ഈസി അല്ല അത് പിടിക്കപ്പെടാൻ. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ എക്സിബിഷനിസം. ഒരു കാർ യാത്രയിൽ ഷുഗർ ഉള്ള ഒരു രോഗി ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം എന്ന അർജുള്ള ആ ആള് എവിടെയെങ്കിലും ഒരു മതിലിനോട് ചേർന്ന് ആരും കാണാതെ മൂത്രം ഒഴിക്കുന്നത് എക്സിബിഷനിസം എന്നതിൽ വരില്ല. പക്ഷേ മനഃപൂർവ്വം ഒരു കാരണം ഉണ്ടാക്കി മൂത്രം ഒഴിക്കുന്നു എന്ന വ്യാജേനയോ അല്ലെങ്കിൽ ലൈംഗികമായ ചിന്തകൾ വരുത്തുന്ന രീതിയിൽ വസ്ത്രം പൊക്കി കാണിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ ആ ഒരു ഡിസോർഡറിനെ നമ്മൾ എക്സിബിഷനിസം എന്ന് പറയും. അതായത് ഇപ്പോൾ സ്വന്തം നാട്ടിൽ ഇത്തരം പ്രവൃത്തി നടത്തുന്ന ഒരു യുവാവ് ദുബായിൽ ചെല്ലുന്ന സമയത്ത് ഇയാളെ പരിചയമുള്ളവരോ അല്ലെങ്കിൽ ഇയാളുടെ നാട്ടുകാരോ ആരും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിത്വ വൈകല്യം ഉണ്ട് എന്ന് അവിടെ ആരും അറിയില്ല. മറിച്ച് ഇയാൾ ആ നാട്ടിലാണ് ഇത്തരം പ്രവൃത്തികൾ കാണിച്ചിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയുള്ളവരും അത് അറിയുന്നില്ല. കാരണം പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരത്തിൽ മാസ്ക് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു കാര്യമാണ്. അത് കൈവിട്ടു പോകുമ്പോഴാണ്, അതൊരു മെന്റൽ ഡിസോർഡറിലേക്ക് മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതൊരു മാനസിക രോഗാവസ്ഥ അല്ലെങ്കിൽ മാനസിക രോഗം എന്നുള്ള അവസ്ഥയിലേക്ക് അത് മാറുന്നുള്ളൂ. ഇവിടെയും ഈ NPD അഥവാ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഏറ്റവും വലിയ ശാപം ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കള്ള് കുടിച്ച് അല്ലെങ്കിൽ ഡ്രിങ്ക്സും കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ കഴിച്ച് നടക്കുന്ന പല ആളുകളെയും പലപ്പോഴും തിരിച്ചറിയപ്പെടാറുണ്ട്. അത് അവരുടെ രീതികൾ, അവരുടെ ചേഷ്ടകൾ ഒക്കെ ആണ് അതിന്റെ കാരണം. പക്ഷേ ഒരു MDMA പോലുള്ള ആധുനിക തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ കുറച്ചധികം കാലത്തേക്കെങ്കിലും സ്വന്തം വീട്ടുകാർക്ക് പോലും മനസ്സിലായി വരില്ല. അതൊരു സാധാരണ ചേഞ്ച് ആയിട്ട് മാത്രമേ എല്ലാവരുടെയും ഉള്ളിൽ അത് എത്തുകയുള്ളൂ. പിന്നീട് അത് ഒട്ടും മാറ്റാൻ പറ്റാത്ത അഡിക്ഷൻ ആവുമ്പോഴാണ്, മാനസിക നില തെറ്റുന്ന ആ ഒരു അവസ്ഥയിലാണ് ഈ പറയുന്ന പോലെ മറ്റുള്ളവർ കാര്യങ്ങൾ മനസ്സിലാക്കി വരുള്ളൂ. അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷൻ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഇവര് NPD ഉള്ളവരാണോ NPD ഇല്ലാത്തവരാണോ എന്നൊന്നും തന്നെ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. പൊതുവേ എല്ലാവർക്കും ഒന്നല്ല, ഒരാൾക്കും തന്നെ മനസ്സിലാവണമെന്നില്ല. കാരണം ഒരു സന്ദർഭത്തിനനുസരിച്ച് അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ചാണ് ഈ NPD ഒക്കെ ട്രിഗർ ആവുന്നത്. പിന്നെ NPD എന്ന് കണ്ടിന്യൂസ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ NPD എന്ന് ഇയാളോട് ചോദിച്ചിട്ട് ഇയാളൊന്നും പറയുന്നില്ലല്ലോ എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ, NPD എന്ന് പറയുന്നത് സ്വാർത്ഥതയുടെ പാരമ്യം എന്നാണ്. മനുഷ്യരെല്ലാം സ്വാർത്ഥരാണ്. മനുഷ്യർക്ക് സ്വാർത്ഥത ഉണ്ട്. കാരണം അവന്റെ ബുദ്ധി, അവന്റെ ആരോഗ്യം, അവന്റെ ശക്തി, അവന്റെ ജീവിത രീതി, ഇങ്ങനെ വെച്ച് ഓരോരുത്തരുടെ സ്വാർത്ഥതയുടെ അളവിലും കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. സ്വാർത്ഥത എന്നുകൊണ്ട് നല്ല അർത്ഥത്തിലാണെങ്കിൽ സ്വന്തം കാര്യം നോക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ചിലർ ഉപയോഗിക്കും സെൽഫിഷ് എന്ന വേർഡിന് പകരം പേഴ്സണൽ എന്ന് ഉപയോഗിക്കും. ഐ ആം പേഴ്സണൽ, ഞാൻ എന്റെ കാര്യം നോക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരു വ്യക്തിയാണ്. ഇവിടെ ഒന്നും തന്നെ ഈ ടേമിന് യാതൊരു തെറ്റും വരുന്നില്ല. പക്ഷേ NPD പറ്റി പറയുമ്പോൾ സെൽഫിഷ്നെസിന്റെ എക്സ്ട്രീമിറ്റി എന്ന് കൂടാതെ അതിന് ഒരു വാക്കും കൂടെ പറയും, ആത്മരതി. എന്താണ് ആത്മരതി? ലൈംഗികമായി ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും പരസ്പരം ശരീരത്തോടുകൂടി ഉരസി ഉണ്ടാവുന്ന ലൈംഗിക ബന്ധത്തിൽ നമ്മൾ രതിയെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ സ്വന്തം ശരീരം തന്നെ സ്നേഹത്തിലൂടെ രതിയായി മാറുന്ന ഒരു അവസ്ഥയാണ് ഈ ആത്മരതി എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി, NPD ഉള്ള ഒരു വ്യക്തി തന്റെ ശരീരത്തെയും മനസ്സിനെയും തന്റെ ഈഗോയെയും തന്റെ ആരോഗ്യത്തെയും തന്റെ ചുറ്റുമുള്ള തനിക്കുള്ള ബലത്തെയും പണത്തെയും ഒക്കെ വാല്യൂ ചെയ്യുന്നു. ഒറ്റ നോട്ടത്തിൽ കുഴപ്പമില്ലെന്ന് തോന്നും. പക്ഷെ ഇവർ വാല്യൂ ചെയ്യുന്നത് മാത്രമല്ല, ഈ വാല്യൂ ചെയ്യുന്ന ഇവർ സാധാരണക്കാരായ വീട്ടിൽ ജീവിക്കുന്ന മറ്റുള്ളവരുടെ മനസമാധാനവും ജീവിതവും നശിപ്പിച്ചിട്ടായിരിക്കും ഈ പറയുന്ന പ്രവൃത്തി ചെയ്യുന്നത്.
എന്നാൽ സമൂഹത്തിൽ ഒട്ടും ആർക്കും തന്നെ ഇത് മനസ്സിലാവില്ല. കാരണം ഇയാളുടെ ചുറ്റും നിൽക്കുന്ന കുടുംബത്തിനകത്തുള്ളവരെയാണ് ഇയാൾ കൂടുതൽ ദ്രോഹിക്കുള്ളൂ. പിന്നെ ടീച്ചർമാരായ നാർസിസ്റ്റുകളൊക്കെയാണ് കൂടുതലും സ്കൂളുകളിൽ സ്വന്തം പഠിപ്പിക്കുന്ന കുട്ടികളുടെ മുകളിൽ അധികാരം കാണിച്ചും ദ്രോഹിച്ചും അവരെ നല്ല ഭാവിക്കെന്ന് തെറ്റിദ്ധരിപ്പിച്ചും അവരെ നാർസിസം ഇമ്പോസ് ചെയ്ത് അവരെ നശിപ്പിക്കുന്നത്. ഈ ഞാനെന്ന ഭാവം, ഈഗോ, ഇത് മാത്രമല്ല. കാരണം ഞാനെന്ന ഭാവം, ഈഗോ, സെൽഫിഷ്നെസ്, സെൽഫ് എസ്റ്റീം, പേഴ്സണൽ, ഇതിനൊക്കെ അപ്പുറം, ആത്മരതി എന്ന് പറയുന്നതിനും അപ്പുറം ഈ നാർസിസ്റ്റിക്കുകാർ എന്ന് പറയുന്ന വളരെ മാനിപ്പുലേറ്റേഴ്സ് ആണ്. അവരെന്ന് പറയുന്നത് അവര് വർഷങ്ങൾക്ക് ശേഷം എന്താണോ എന്റെ കുടുംബത്തിൽ ആയിത്തീരേണ്ടത്, അവരെ എങ്ങനെയാണ് ഞാൻ നശിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ അവരിൽ നിന്ന് രക്തം ഊറ്റിയെടുക്കേണ്ടത്, എങ്ങനെയാണ് അവരെ ഒരു എനർജി വാമ്പയർ ആക്കി ഞാൻ സുഖിക്കുന്നത് എന്നെല്ലാം ചിന്തിച്ചു വെക്കും. അതിനനുസരിച്ച് പ്രവർത്തനവും നടത്തും. ഒരു നാർസിസ്റ്റിക് ആണ് തന്റെ ഭർത്താവ് എന്ന് ഒരു പെൺകുട്ടി വീട്ടിൽ പോയി പറഞ്ഞാൽ പലപ്പോഴും ഈ പെൺകുട്ടിയാണ് അവിടെ മോശമാവുന്നത്. അവിടെ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യാനേ വീട്ടുകാർ നിൽക്കുള്ളൂ. കാരണം അമാതിരി ഡ്രാമയായിരിക്കും ഈ വ്യക്തി നടത്തുന്നത്. NPD കൂടുതലും ആണുങ്ങളെയാണ് കാണുക, പെണ്ണുങ്ങളിലും NPD കാണുന്നില്ല എന്നില്ല. NPDയുടെ അളവ് ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ് പെണ്ണുങ്ങളിലും. പക്ഷേ ആണുങ്ങളിലാണ് NPD പൊതുവെ കൂടുതലായി കാണുന്നത്. സാമൂഹികമായ ഒരു വ്യത്യാസം കൊണ്ടാണ്. ഒരു കഥയിലൂടെ എങ്ങനെയൊക്കെ വൈവാഹിക ജീവിതത്തിൽ ഒരു NPD കയറി പറ്റുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കോളേജിൽ പഠിക്കുന്ന 2 വ്യക്തികൾ, അതിൽ NPD ഉള്ള ഒരു വ്യക്തി, എന്നാൽ ഈ NPDയുടെ യാതൊരു ട്രേറ്റും കാണിക്കുന്നില്ല. വളരെയധികം കെയറിങ്, വളരെയധികം സ്നേഹം, തന്റെ വീട്ടിൽ പെൺകുട്ടിക്കുണ്ടായ എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലും ടേക്ക് കെയർ ചെയ്യുക, മരുന്ന് മേടിച്ചു കൊടുക്കുക, സ്നേഹിക്കുക, ആഹാരം വാങ്ങിച്ചു കൊടുക്കുക, അവളെ ഒരു തരത്തിലും ഒരു രാജ്ഞിയെ പോലെ, അതായത് ലവ് ബോംബിംഗ് എന്ന് പറയും, പ്രേമിച്ച് 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 അവളെ ഈ എയറിൽ നിർത്തി കൊണ്ടു നടക്കും. അതാണ് ആദ്യത്തെ സ്റ്റേജ്. ശാരീരിക ബന്ധമൊക്കെ പിടിച്ചു വാങ്ങിച്ച് മോശക്കാരനൊന്നും ആവാൻ MPD തയ്യാറായെന്ന് വരില്ല. MPD മറ്റുള്ളവർ പറയുന്ന മോശം വാക്കുകൾ പറയാതെ ഈ പെൺകുട്ടിയെ എപ്പോഴും ലാളിച്ചും സ്നേഹിച്ചും പരിഗണിച്ചും ഇങ്ങനെ നടക്കും. അവസാനം ഈ പെൺകുട്ടിയെ കൊണ്ട് താൻ തെരഞ്ഞെടുത്തത് ഒരു നല്ല ആളെയാണ് എന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തുകയും പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് ഒരു മകൻ ചെയ്യുന്നതിലും കൂടുതൽ അടുപ്പം കാണിച്ച് അവരെ വളച്ചെടുത്ത് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കും. വിവാഹം കഴിയുന്നതും ഈ ആദ്യമേ തന്നെ ഈ പെൺകുട്ടി നേരത്തെ തന്നെ പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ ചുറ്റുപാട് നോക്കും. ഈ ആളാരാണ്, പെൺകുട്ടിക്ക് ആരോടാണ് ദേഷ്യം, പെൺകുട്ടി ആർക്കാണ് ഇഷ്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. പെൺകുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനും പെൺകുട്ടി എത്രമാത്രം ഇഷ്ടമാണ്, എന്ത് കാര്യം പറഞ്ഞാൽ ഇവർ തമ്മിൽ കൂടുതൽ ഉടക്കും. ഇങ്ങനെയൊക്കെ പഠിച്ചതിന് ശേഷം ഒരു 2-3 മാസം ഇയാൾ സൈലന്റായി ഈ പെൺകുട്ടിയുടെ സകല ബന്ധുക്കളുടെയും സകല കാര്യങ്ങളും, പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യങ്ങളടക്കം ഇയാളെല്ലാം നോട്ട് ചെയ്ത് വെക്കും. ഒരു കഥ പോലെ. എന്നാൽ ഇയാളുടെ ഒന്നും പറയില്ല. ജസ്റ്റ് എന്തെങ്കിലും പറഞ്ഞു തുടങ്ങി ഹുക്ക് ഇട്ടിട്ട് ഇയാൾ മാറി നിന്ന് കഥ കേട്ട് രസിക്കും. പെൺകുട്ടിയുടെ ശരീരം വളരെ അയാൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി അതിന്റെ ആനന്ദവും ഇയാൾ കണ്ടെത്തും. എത്രത്തോളം പ്രേമിച്ചപ്പോൾ പലപ്പോഴും ശരീരത്തിലൂടെ ആസക്തി കാണിച്ചിട്ടില്ല എങ്കിൽ വിവാഹത്തിന് ശേഷം തന്റെ കയ്യിൽ ആയി എന്നറിഞ്ഞുമ്പോൾ അയാളുടേതായി എല്ലാ തരത്തിലുള്ള ലൈംഗിക ചേഷ്ടകളും കാണിക്കാൻ ഇയാൾ മുതിരും. പെൺകുട്ടി പ്രഗ്നന്റ് ആവുന്നതോടുകൂടിയോ ആദ്യത്തെ ഒരു 2-3 മാസം കഴിയുന്നുണ്ട്, ചിലർ വർഷങ്ങൾ കഴിയുന്നതോടുകൂടി NPDയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. ഇവര് മാനസികമായും ശാരീരികമായും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഈ പറയുന്ന പെൺകുട്ടിയെ തന്റെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റും, സഹോദരങ്ങളിൽ നിന്ന് അകറ്റും, സുഹൃത്തുക്കളിൽ നിന്ന് അകറ്റും. എല്ലാം അകറ്റുന്ന സമയത്ത് ഇയാൾ പറയുന്നത് എല്ലാവരും പ്രശ്നക്കാരാണ്, നിനക്ക് അവരെല്ലാം എതിരാണ്, നിനക്ക് ഞാനില്ലേ. അപ്പൊ ഈ പെൺകുട്ടി ഈ പറയുന്ന NPDയുടെ വലയിൽ വീണ് കഴിഞ്ഞിരിക്കുന്നു. അവസാനം തുടങ്ങും ഇയാളുടെ പ്രശ്നങ്ങൾ. അടിക്കുക, ഇടിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുക, പൈസ കൊടുക്കാതിരിക്കുക, ജോലിക്ക് വിടാതിരിക്കുക, ഉള്ള ജോലി തന്നെ മോശമാക്കി കാണിക്കുക, കുടുംബത്തിൽ ഒരു സമാധാനവും കൊടുക്കാതിരിക്കുക, ബന്ധുക്കളോ ഗസ്റ്റുകളോ വന്നാൽ ഒരു രാജ്ഞ പോലെ ഭാര്യയെ അഭിനയിച്ച് കാണിക്കുക ഇയാള്. ആ സമയത്ത് നമുക്കും നിയന്ത്രണം ഇല്ലാതെ, ബോധമില്ലാതെ ഇയാൾ ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റാതെ ചിരിച്ചുകൊണ്ട് നിൽക്കേണ്ടതായിട്ട് വരിക. ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് പറഞ്ഞ് നമ്മൾ മക്കളുമായിട്ട് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പിന്നീട് ഇതൊന്നും ഒരിക്കലും നന്നാവില്ലെന്ന് നമുക്ക് മനസ്സിലാവുമ്പോഴത്തേക്ക് മറ്റുള്ളവരോട് പറയുമ്പോൾ അതെല്ലാം നിന്റെ കുഴപ്പമാണ്, കാരണം ഇത്രയും കാലം നീ എന്താ പറഞ്ഞു, അയാൾ നല്ലതാണെന്നുള്ള രീതിയിലാണല്ലോ പറഞ്ഞത്, ഇപ്പൊ എങ്ങനെ പെട്ടെന്ന് കംപ്ലൈന്റ് ഉണ്ടായെന്ന് ചോദിക്കുന്നു. അതിൽ സങ്കടം വരുന്നു, ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. അങ്ങനെ ജീവിതം മൊത്തം താറുമാറാക്കാവുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. NPD ഉണ്ട് എന്ന് മുഖത്തൊന്നും എഴുതി വെച്ചിട്ടില്ല. ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാനും പറ്റില്ല. പക്ഷേ ചില ടെസ്റ്റുകളുണ്ട്, ഡോക്ടർമാർക്ക് ചില കാര്യങ്ങളിലൂടെ മനസ്സിലാവുകയൊക്കെ ചെയ്യില്ലെന്നല്ല. പക്ഷേ ഒരു വിവാഹത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് പെട്ടുപോകുന്ന ഒരു സാധനമാണ് NPD എന്ന് പറയുന്നത്. പാരന്റ്സ് നാർസിസ്റ്റിക് ആയിട്ട് വന്നാൽ ആ കുട്ടിയുടെ ജീവിതം ശാപഗ്രസ്തമായി എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അമ്മയെ ദ്രോഹിക്കുന്നു, അതായത് കുട്ടിയുടെ അമ്മയെ ദ്രോഹിക്കുന്നത് കൂടാതെ കുട്ടിയെ ശരിക്കും ഒരു അടിമയാക്കി ഒന്നിനും കൊള്ളാത്ത ഒരു വേസ്റ്റ് ആക്കിയാണ് ഈ നാർസിസ്റ്റ് വളർത്തുന്നത്. അതിൽ തന്നെ സ്കേപ്പ് ഗോട്ട്, ഗോൾഡൻ ഷെയ്ഡ് എന്ന് 2 തിരിച്ചിട്ടുണ്ട്. സ്കേപ്പ് ഗോട്ട് അഥവാ കറവപശു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെ അയാൾ മാക്സിമം ഇയാളെ ഊറ്റിയെടുക്കും. ഗോൾഡൻ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ വിജയത്തിന് വേണ്ടി ആ കുട്ടിയെ മാക്സിമം ബൂസ്റ്റ് ചെയ്ത് വലുതാക്കും. എന്നാലും ഇയാൾക്ക് ഈ പറയുന്ന കുട്ടികളോട് യാതൊരു തരത്തിലുള്ള സിമ്പതിയോ എമ്പതിയോ ഉണ്ടാവില്ല. മാത്രമല്ല, എമ്പതി എന്ന് പറയുന്ന വികാരമേ എന്താണെന്ന് അറിയാത്തവരാണ് ഈ പറയുന്ന നാർസിസ്റ്റുകൾ. നമ്മുടെയൊക്കെ വീട്ടിൽ ഹിഡൻ ആയ ഒരു ക്യാമറ റെക്കോർഡ് ഇല്ലാതെ ഇവരൊന്നും വീട്ടിൽ കാണിച്ചു കൂട്ടുന്നതും ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഒരു മനുഷ്യനോട് നമുക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പോലും പറ്റില്ല. കാരണം പുറത്തേക്ക് ഇറങ്ങിയാൽ പാൽ പുഞ്ചിരിയോടുകൂടി, കൊച്ചു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടുകൂടി പുഞ്ചിരിയോടുകൂടി ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് സമൂഹത്തിന് തന്റെ കയ്യിലിരിക്കുന്ന പൈസയൊക്കെ കൊടുത്ത് ആളായി ഞാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന NPD അകത്ത് വെച്ചിട്ട് നമ്മളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ പറയുന്ന നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നേ സമൂഹം പറയുള്ളൂ. മറ്റൊന്ന്, പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള അഥവാ NPD കാരൻ, പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഈ NPD കാരൻ
മറ്റ് കുടുംബത്തിൽ കഴിയുന്നവർക്ക്, കൂട്ടത്തിൽ കഴിയുന്നവർക്ക്, ഭാര്യ മക്കൾക്കും ഒക്കെ സമ്മാനിക്കുന്നത് വെറും NPD അല്ല, NPD വിക്ടിം സിൻഡ്രോം ആണ് സമർപ്പിക്കുന്നത്. NPD വിക്ടിം സിൻഡ്രോം, അതായത് ശരിക്കും പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള അയാളിൽ നിന്ന് മാനസിക ഡിസോർഡർ ഉള്ള ആളുകളാക്കി ഇയാൾ തീർക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഇപ്പൊ ഇവിടെ നടക്കുന്ന വിവാഹ തരത്തിലുള്ളതും കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ എല്ലാം പ്രധാന മൂല കാരണം ഈ NPD ഉള്ള ആളുകളെ തന്നെയാണ്. ഇവരെ വസ്ത്രം കൊണ്ടോ വേറൊന്നും കൊണ്ടോ തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ടും ഇതിനെക്കുറിച്ച് അധികം ആളുകൾക്ക് ഇപ്പോഴും അറിവ് വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടും NPD പൂണ്ടു വിളയുകയാണ് നമ്മുടെ സമൂഹത്തിൽ. എന്തായാലും വിവാഹവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്തും, അതല്ലാതെ കുടുംബത്തിൽ മക്കള് NPD അനുഭവിക്കുന്ന സമയത്തും, ഇനി അതല്ല സ്കൂളുകളിലും കോളേജുകളിലും തന്റെ ടീച്ചേഴ്സ് NPD ആണ് എന്ന് ബോധ്യപ്പെട്ടാലും ഒക്കെ കൃത്യമായ ഫോളോ അപ്പിലൂടെ നിങ്ങൾ അത് സോൾവ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. ഒരിക്കലും അറിഞ്ഞുകൊണ്ട് NPD എടുത്ത് തലയിൽ വെച്ച് ജീവിതം കളയരുത്. മനസാക്ഷിയില്ലാത്ത ഈ മൃഗങ്ങളുടെ കൂടെയുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വലിയൊരു കിടങ്ങിലേക്കുള്ള ഒരു പോക്കായിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരിക എന്ന് പറയുന്നത് തന്നെ അതിഭീകരമായ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. നമുക്ക് ചുറ്റുമുള്ള എല്ലാ നന്മകളും തകർക്കുന്ന ഈ NPD-കാർ നമ്മളുടെ എന്താ പറയാ, ഇവര് നമ്മളിൽ നിന്ന് വിട്ടുപോയാൽ പോലും നമുക്കൊരു സ്വൈരം തരില്ല. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു റിസ്ക് ഉള്ള മേഖലയാണ് NPD എന്ന് പറയുന്നത്. ടോക്സിക് പേഴ്സണാലിറ്റി ആണ് NPD ഉള്ള മാതാപിതാക്കളെങ്കിലും NPD എന്ന് പറയുന്നത് അതിലും ഭീകരമായ അവസ്ഥയാണെന്ന് ഓർക്കുക. ജസ്റ്റ് ഒരു ടോക്സിസമോ നമുക്ക് നിയന്ത്രിക്കാവുന്നതോ ആയ ഫീലിംഗ് അല്ല ഇത് ഉള്ളിൽ നിന്ന് വരുന്നതെന്ന ക്രൂരതയാണ്. NPD വിക്ടിംസിന്റെ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ സെൽഫ് വർത്ത്, സെൽഫ് വാല്യൂ ഒക്കെ നഷ്ടപ്പെടുന്നു. പലപ്പോഴും സൂയിസൈഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ആരോടും ഒന്നും പറയാൻ പറ്റാതെ സകല ജീവിതവും തകർത്ത് ആത്മഹത്യ അല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്നുള്ളൊരവസ്ഥയിൽ വന്ന് എത്തുകയാണ് ചെയ്യുന്നത്. മറ്റ് പല പേഴ്സണാലിറ്റി മെന്റൽ ഡിസോർഡേഴ്സും നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിലും ഇന്ന് വളരെയധികം കടന്നു കയറുന്നതായിട്ടുള്ള NPD എന്ന് പറയുന്ന ഈ ദൂഷ്യത്തെക്കുറിച്ച് വിവാഹം കഴിക്കുന്നതിന് മുൻപ് നിങ്ങൾ പഠിച്ചിരിക്കുക. അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ സൈക്കോളജി ക്ലാസ്സുകളിൽ തീർച്ചയായിട്ടും ഇതൊരു പഠന വിഷയമാക്കി മാറ്റി കുട്ടികൾക്ക് താൻ നേരിടുന്ന അബ്യൂസുകളെ മനസ്സിലാക്കാനും വേർതിരിക്കാനും കഴിയാനുള്ള പാകത്തിന് റെഡിയാക്കുക. അപ്പോൾ ഈ കുട്ടികൾക്ക് താൻ അനുഭവിക്കുന്ന NPD ആണെങ്കിൽ ചെറുപ്പത്തിലെ തന്നെ വിക്ടിം ആവാതെ എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ച് കുട്ടിക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ഉള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്ന നല്ല കാര്യങ്ങളിലൂടെ ഇനിയെങ്കിലും പുതിയ കുഞ്ഞുങ്ങളും വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന വധുവരന്മാരും NPD-ക്ക് ഇരയാവാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.